ആദ്യം എടുത്ത ഷോട്ട് എന്റെ ഫസ്റ്റ് ഷോട്ടാണ്. നിനക്കൊക്കെ അവന് ചേട്ടൻ ആരാന്നറിയും. ബാക്ക്ഗ്രൗണ്ടിൽ മണിച്ചേണ്ട പാട്ട് കൂടി പോയി എന്നെ പോലെ തിയേറ്ററിൽ ഫുൾ ഇളകലായിരുന്നു. നമുക്ക് റെഫറൻസ് ആയിട്ട് സോങ് ഇട്ടിരുന്നു. അന്നും എനിക്കറിയില്ല ഈ സോങ് ആണോ ഉപയോഗിക്കുക, ഈ സോങ് അല്ലേ ഉപയോഗിക്കുക. കാരണം പല റെഫറൻസുകൾ ഇങ്ങനെ എഡിറ്റിന്റെ സമയത്ത് ഇട്ട് നോക്കും. അപ്പോൾ ഷൂട്ടിന്റെ സമയത്ത് സമിചേട്ടൻ പറയും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് വേണ്ടത്. പിന്നെ സ്പോട്ട് അടിച്ച് നമ്മൾ കാണും. ഞാൻ ചോദിക്കും ഇത്രയും വേണോ അല്ലെങ്കിൽ ഇത്ര വേണ്ടേ, നമ്മൾ ഏത് മീറ്റർ പിടിക്കണം. കാരണം ആദ്യമായിട്ട് എന്റെ എടുക്കുന്ന ഫസ്റ്റ് ഷോട്ട് അതാ. എന്നോട് ആദ്യമേ പറഞ്ഞു, ഞാൻ ആദ്യം ഇങ്ങനെ കൈയൊക്കെ മടക്കി ഇതൊക്കെ ഇട്ട് മറ്റേ ഇത് കാതിലൊക്കെ ഇട്ട വന്നു. സമിചേട്ടൻ പറഞ്ഞു നിന്റെ ക്യാരക്ടർ ഇതല്ല, നടത്തും പരിപാടിയും ഒക്കെ ഓക്കെ, പക്ഷെ നീ ഇതിൽ കുടുംബം നോക്കുന്ന, വീട്ടുകാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന, ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനേക്കാൾ എല്ലാത്തിലും കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവുന്ന ഒരു ക്യാരക്ടറാണ് നീ. ഇതിലൊരു മൊമെന്റ്, ഒരു പടത്തിലൊരു 10 മിനിറ്റ് നിന്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നീ നന്നാവുന്നതാണ്. നീ ഇവരെ പഠിക്കും, ആ ആറ്റിറ്റ്യൂഡ് നീ പിടിച്ചാൽ മതി. ബട്ടൺസ് ഒക്കെ കൈയൊക്കെ സെറ്റ് ചെയ്തോ, നോർമലായി അപ്പൊ എനിക്ക് ഓക്കെ ഇങ്ങനെ വന്നാൽ മതി, ഇതാണ് മീറ്റർ എന്നുള്ളത് കിട്ടി. പിന്നെ മണിച്ചേട്ടന്റെ പാട്ടും തിയേറ്ററിലെ പരിപാടിയൊന്നും ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് തിയേറ്ററിലാണ്. അങ്ങനെയാണ് ഇത് വരിക എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. മണിച്ചേട്ടന്റെ പാട്ടായതുകൊണ്ട് അതൊരു മെയിൻ റീസൺ ആണ്. അത് പടത്തിൽ എവിടെ പ്ലേസ് ആവുന്നു എന്നുള്ളത്. പിന്നെ ഒരു ഫൈറ്റ് സീനാണ് കാണിക്കുന്നത്, പിന്നെ അങ്ങോട്ട് പാട്ട് പരിപാടികളാണ്. തിയേറ്ററിൽ ഭയങ്കര ഹൈ ആയ മൊമെന്റ് ആണ്.